ഹായ്, എല്ലാവർക്കും സോണി4 ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പൂന്തോട്ടം നല്ല സുഗന്ധം പരത്തുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായി ആണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ല സുഗന്ധം പരത്തുന്ന പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ട്യൂബ് റോസ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ്. ഇത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. രജനീഗന്ധ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ്. പൂക്കളുടെ ചുറ്റുപാടും ഇതിൻ്റെ സുഗന്ധം കൊണ്ട് നിറയും. ഇത് വൈറ്റ്, യെല്ലോ, പിങ്ക് എന്നീ കളറുകളിലും കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡബിൾ പെറ്റൽ പൂക്കളും ഉണ്ട്. ഇത് ചെടിയിൽ നിന്നും കുറച്ച് ഹൈറ്റായി ഒരു തണ്ട് വളർന്നു വന്ന് അതിലാണ് ഇതിൽ മുട്ടുകൾ ഉണ്ടാവുക. ഒരു തണ്ടിൽ തന്നെ നിറയെ മുട്ടുകൾ ഉണ്ടാവും. അതുപോലെ ഇത് രാത്രി സമയങ്ങളിലാണ് പൂക്കൾ വിരിഞ്ഞു തുടങ്ങുക. ഓരോ ദിവസവും പൂക്കൾ വിരിഞ്ഞ് വരും. തൂവെള്ള നിറത്തിൽ ചെറിയ പൂക്കളാണ് ഇവയ്ക്കുള്ളത്. ജൂലൈ മാസം മുതൽ ഇതിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങും. ഇതിൻ്റെ കിഴങ്ങുകളാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുക. ഒരു കിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ കൂടുതൽ തൈകൾ ഉണ്ടായി കിട്ടും. ഇതാണ് ഇതിൻ്റെ കിഴങ്ങ്. ഒരു ചട്ടിയിൽ തന്നെ ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കിഴങ്ങുകൾ നമുക്ക് കിട്ടും. നല്ല വളർച്ചയെത്തിയ ഒരു കിഴങ്ങിൽ നിന്ന് മാത്രമേ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നട്ടുകൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ സമയത്താണ് ഇവ പെട്ടെന്നായി വളർന്നു വരിക. ഇത് ചെടിച്ചട്ടിയിലും നിലത്തും വെച്ച് വളർത്തിയെടുക്കാം. ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നത് എങ്കിൽ നല്ല പോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു ചെടിച്ചട്ടി വേണം എടുക്കാൻ. പോട്ടിംഗ് മിക്സായി ഉപയോഗിക്കേണ്ടത് നല്ല പോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് മിക്സിൽ വേണം ഇത് നട്ടുകൊടുക്കാൻ. അതിനായി മണ്ണ് അതേ അളവിൽ തന്നെ മണൽ, പിന്നെ കുറച്ച് ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഈ ചെടിക്ക് എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കുന്ന രൂപത്തിൽ വേണം മണ്ണ് സെറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ ഇതിന് നല്ല സൂര്യപ്രകാശവും ആവശ്യമാണ്. ഇതിന് കീടശല്യങ്ങൾ കാര്യമായി കാണാറില്ല. ചില സമയങ്ങളിൽ പുൽച്ചാടി, ചിരന്തി എന്നിവയെ കാണാം. ആ സമയത്ത് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സാഫ് കലക്കിയ വെള്ളം ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ നട്ടുകൊടുത്ത കിഴങ്ങിന് നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും. ചെടി നന്നായി വളരാൻ നല്ലപോലെ സൂര്യപ്രകാശവും അതുപോലെ തന്നെ വെള്ളവും ആവശ്യമാണ്. ചെറിയ ഈർപ്പം എപ്പോഴും ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കണം.